സ്നേഹപൂർവ്വം ശ്യാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെയും ഞാൻ ഇപ്പം തന്നെ സിയോനെ കൊണ്ട് തന്നെ ഇവിടെ നിന്ന് പുറത്താക്കിക്കും എന്നും പറഞ്ഞ് സോനയാണെങ്കിൽ അങ്ങോട്ട് മാറി നിന്ന് സിയോനെ ഫോണിൽ വിളിക്കുകയാണ്. എന്നിട്ട് വരുണിനോട് ഒരിക്കലും നിർത്താൻ പറ്റില്ലെന്നും വരുൺ തന്നോട് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും പൊതുസ്ഥലത്ത് വെച്ച് തന്നെ അപമാനിച്ച ഒരാളെ ഇവിടെ നിർത്താൻ താൻ സമ്മതിക്കില്ല എന്നൊക്കെ സിയോനെ അറിയിക്കുവാണ്. എന്നാൽ വരുണിനെ തൽക്കാലം പറഞ്ഞു വിടാൻ പറ്റില്ലെന്നും നീ എങ്ങനെയെങ്കിലും കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എന്നും പറഞ്ഞ് സോനയെ എങ്ങനെയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഫോൺ കട്ട് ചെയ്യുവാണ്ടോ സിയോ. ഈ സമയം സോനയാണെങ്കിൽ ആകെ ദേഷ്യത്തിൽ വരുണിൻ്റെ അരികിലേക്ക് തിരിച്ചെത്തുക. അന്നേരം അവിടുത്തെ സ്റ്റാഫായ ജഗന്നാഥ് ചോദിക്കണേ, മാഡം സിയോ എന്താ പറഞ്ഞത്? അന്നേരം ഇത്തിരി മടുപ്പോട് കൂടിയാണെങ്കിലും സോന പറയണേ, തൽക്കാലം ഇവനോട് തന്നെ തുടരട്ടെ എന്നാ സിയോയുടെ തീരുമാനം. അതുകൊണ്ട് മാത്രം തൽക്കാലം നിനക്കിവിടെ തുടരാം. എന്താണെങ്കിലും ഒരു കണക്കിന് നോക്കുവാണെങ്കിൽ എന്നെ അപമാനിച്ച് നീ എൻ്റെ കാൽച്ചുവട്ടി തന്നെ കിടക്കുന്നതാ എനിക്ക് നല്ലത്. ആൾക്കൂട്ടത്തിന് മുമ്പിൽ വെച്ച് എന്നെ അപമാനിച്ചതിന് പകരമായിട്ട് നിന്നെ ഞാൻ ഇവിടെ ഇട്ട് ചക്രശ്വാസം വലിപ്പിക്കും. അതിൻ്റെ ശിക്ഷയായിട്ട് ഈ ഒരാഴ്ച മുഴുവൻ നീ എൻ്റെ കാൽച്ചൂട്ടി ഇങ്ങനെ കിടക്ക്, കാണിച്ചു തരാൻ നിനക്ക് ഞാൻ എന്നും പറഞ്ഞ ദേഷ്യത്തിൽ സോന അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം ജഗന്നാഥൻ ചോദിക്കണേ, വരുൺ എന്താ ഇതൊക്കെ? അന്നേരം വരുൺ പറയണേ, സാർ അതൊക്കെ അങ്ങനെ സംഭവിച്ചു പോയതാണ്. ഒരു കുട്ടിയെ സോന മാഡത്തിൻ്റെ കൂട്ടുകാരും കൂടി വണ്ടി ഇടിച്ച് പോയിട്ട് നിർത്താതെ ഒരു മര്യാദ കാണിക്കാതെ അവിടെ നിന്ന് പോകാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ നിയന്ത്രണം വിട്ടുപോയി, ഞാൻ പ്രതികരിച്ചു പോയി. അത് ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. എന്തൊക്കെ തന്നെ പറഞ്ഞാലും ശരി, താനിപ്പോൾ സോന മാഡത്തിൻ്റെ ശത്രുക്കളുടെ ലിസ്റ്റിൽ ഒന്നാമനാണ്. മാഡം ഇനി എന്തൊക്കെ തന്നോട് കാണിക്കുമെന്ന് പ്രവചിക്കാൻ പോലും പറ്റില്ല. മാഡത്തിന് ഒരാളോട് ഇഷ്ടക്കേട് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവരെ നശിപ്പിക്കാനായിട്ട് എന്തും ചെയ്യും. ഈ സമയം അവിടെ നിന്നിരുന്ന കീർത്തി എന്ന് പറഞ്ഞ സ്റ്റാഫ് പറയണേ, എന്നാലും ഒരു കാര്യത്തിൽ എനിക്ക് അത്ഭുതം തോന്നിപ്പോകുവാണ്. സോന മാഡത്തെ അപമാനിച്ച ഒരാൾക്ക് മുമ്പിൽ ആദ്യമായിട്ടാണ് സോന മാഡം ഇങ്ങനെ തോറ്റു കൊടുക്കുന്നത്. അങ്ങനെ അവരുടെ ആ വാക്കുകളൊക്കെ കേട്ട് ചെറിയൊരു ടെൻഷനിൽ നിൽക്കുവാണ്ടോ വരുൺ. പിന്നീട് കാണിക്കുന്നത് ആറ്റുവശ്ശേരിയാണ്. അവർ മുറ്റത്ത് തന്നെ രാധികയും യശോദയും പിന്നെ ജോലിക്ക് വരുന്ന 2 ചേച്ചിമാരും കൂടി ആ യൂട്യൂബറായിട്ടുള്ള ആളെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്ടോ. ഈ സമയത്ത് ആ ഷാജി എന്ന് പറഞ്ഞ ആൾ അവിടെ എത്തുന്നുണ്ട്. അങ്ങനെ അയാൾ വരുന്നതും യശോദയോട് രാധിക പറയണേ, അമ്മേ ഇതാണ് നമ്മളെക്കുറിച്ച് യൂട്യൂബിലൊക്കെ പറഞ്ഞ ആ യൂട്യൂബർ. ഈ സമയം ഷാജി അങ്ങോട്ടേക്ക് എത്തുക. അതെ എന്തു പറ്റി? ഞാൻ ചുമ്മാ ഒരു വാക്കും പറഞ്ഞ് അങ്ങ് പോയി കളയെന്ന് വിചാരിച്ചോ? അങ്ങനെയൊന്നുമില്ല. ഒരാൾ ആത്മാർത്ഥമായിട്ട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ന് രാധിക പറയുവാണ് കേട്ടോ. ഈ സമയം ആ പയ്യൻ പറയണേ, അതെ ചേച്ചിമാരെ സോറി കേട്ടോ, സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ജോലി എന്ന് പറയുന്നത് ഒരു ഓട്ടപ്പാച്ചിൽ പോലെ തന്നെയാണ്. ഓരോ ദിവസവും പുതിയ പുതിയ കണ്ടൻറ്റുകൾ കണ്ടെത്തുക, അതിനെക്കുറിച്ചുള്ള വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കുക. അതിനിടയിൽ ഞങ്ങൾ പറഞ്ഞു പോയ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള സമയമോ നേരമോ ഒന്നും കിട്ടാറില്ല. അത് കണ്ടെത്താൻ ഞങ്ങൾ ശ്രമിക്കാറുമില്ല. പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ, ഇത്തവണ ഞാൻ ചെയ്ത തെറ്റ് ഞാനായിട്ട് തന്നെ തിരുത്തിയിരിക്കും. രാധികെ ആദ്യം തൻ്റെ ഒരു ബൈറ്റിൽ നിന്ന് തുടങ്ങാം. എങ്ങനെയാണ് ഈ ആറ്റുവശ്ശേരി സതികൾക്ക് തുടക്കം കുറിച്ചത്? എങ്ങനെയാണ് നിങ്ങളെല്ലാവരും ഇതിലേക്ക് എത്തിയത്? എത്ര നാളത്തെ കഷ്ടപ്പാടും കഠിനാധ്വാനവും ഉണ്ട്. അതിനുശേഷം നിങ്ങളെല്ലാവരും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയുക. പിന്നീട് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലവും അതിനുപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് വീഡിയോയിൽ കാണിക്കാം. എന്നാൽ പിന്നെ തുടങ്ങിക്കോളൂ രാധികെ, പറഞ്ഞു തുടങ്ങിക്കോളൂ. അങ്ങനെ ആ പയ്യൻ ഇൻട്രോ ഒക്കെ കൊടുത്തതിന് ശേഷം രാധികയോട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുവാണ് കേട്ടോ. അങ്ങനെ രാധിക ആ കാര്യങ്ങളൊക്കെ തൻ്റെ മനസ്സിലുള്ളതെല്ലാം തുറന്നു പറയുന്നുണ്ട്. പിന്നീട് അവർ ഓരോരുത്തരും പറയുവാണ്. അതിനുശേഷം വീഡിയോയിൽ അവർ ഭക്ഷണം പാകം ചെയ്യുന്ന സ്ഥലവും അതിനുപയോഗിക്കുന്ന സാധനങ്ങളും എല്ലാം വ്യക്തമായിട്ട് എടുത്തു കാണിച്ചതിന് ആ വീഡിയോ ഭംഗിയായിട്ട് തന്നെ ആ പയ്യൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ വീഡിയോ എടുത്തൊക്കെ കഴിഞ്ഞിട്ട് ആ പയ്യൻ പറയണേ, എന്നാൽ ശരി രാധികെ, കുറച്ച് എഡിറ്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ കൂടി കഴിഞ്ഞാൽ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും. അപ്ലോഡ് ചെയ്ത് ഇത് വന്നതിന് ശേഷം എല്ലാവരുടെയും അഭിപ്രായമൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് എന്നോട് പറയണം. എന്താണെങ്കിലും ഉടനെ തന്നെ ആറ്റുവശ്ശേരി സദ്യ വീണ്ടും തുടങ്ങാനായിട്ട് റെഡി ആയിക്കോളൂ, നമ്മളെല്ലാം ശരിയാക്കും. ഈ സമയം രാധിക പറയുന്നുണ്ട്, ഞാൻ എനിക്കുണ്ടായ ദേഷ്യത്തിൽ എന്തൊക്കെ തന്നോട് വെട്ടിത്തുറന്ന് പറഞ്ഞിട്ടുണ്ട്, അതൊന്നും കാര്യമൊക്കെ നിൽക്കരുത്. അത്തരൊരവസ്ഥയിൽ ആകെ ശ്വാസം മുട്ടി നിന്ന സമയത്ത് നിങ്ങളോടല്ലാതെ വേറെ ആരോടും ഞങ്ങളുടെ ഉള്ളിലുള്ള വിഷമവും ഞങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകളൊക്കെ പറയാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചത്. അതിനൊന്നും ഒരു കുഴപ്പമില്ല രാധികയെ. തൻ്റെ അത്തരം വാക്കുകളൊക്കെ തന്നെയാണ് എന്നെ കണ്ടു തുറപ്പിച്ചതും. അപ്പോൾ എന്താണെങ്കിലും എല്ലാവർക്കും ഇപ്പം തന്നെ ഞാൻ ഒരു ഓൾ ദി ബെസ്റ്റ് പറയുവാണ്. അങ്ങനെ പറഞ്ഞ് ആ പയ്യൻ അവിടെ നിന്നും പോകുവാണ്. അങ്ങനെ രാധികയും യശോദയും അവരെല്ലാവരും ഒത്തിരി സന്തോഷത്തോടെ തന്നെ നിൽക്കുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് സോന ദേഷ്യത്തിൽ തൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നതാണ്. എന്നിട്ട് അകത്തിരുന്ന സാറയോട് ചോദിക്കണേ, എന്നാലും ഞാൻ കരുതിയത് ഈ മനസ്സിൽ ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ളത് എനിക്കാണെന്നാണ്. പക്ഷേ ഇപ്പം മനസ്സിലായി, എപ്പോഴോ കയറി വന്നൊരുത്തൻ അവനെ തല്ലിയവരാണെന്ന് അറിഞ്ഞിട്ട് കൂടി കമ്പനിയിൽ നിന്നും അവനെ പുറത്താക്കാൻ സിഇഒയ്ക്ക് കഴിഞ്ഞില്ല അല്ലേ? ഞാനില്ലെങ്കിലും അവൻ അവിടെ ഉണ്ടാകണം അല്ലേ? അതിനു മാത്രം മിടുക്കനാണോ അവൻ? ഈ സമയം സാറ സോനയോട് ചോദിക്കണേ, മോളെ എന്താ നിൻ്റെ പ്രശ്നം?
എന്താ നിനക്കറിയേണ്ടത്? വരുൺ എങ്ങനെയാണ് നിന്നേക്കാളും മിടുക്കനാവുന്നതെന്നല്ലേ? എന്തുകൊണ്ടാണ് എൻ്റെ മോളെ തല്ലിയവനാണെന്നറിഞ്ഞിട്ടും അവന് ഞാൻ അവിടെ നിന്നും പറഞ്ഞയക്കാത്തത്? അതിനുള്ള ഉത്തരവല്ലേ നിനക്ക് വേണ്ടത്? അതിനുള്ള ഉത്തരം ഞാൻ തരാം. ഈ വരുൺ സത്യത്തിൽ ആരാണെന്ന് മോൾക്കറിയോ? മോൾക്ക് കണിമംഗലം ചന്ദ്രശേഖരനെ അറിയാം അല്ലേ? ഈ ചന്ദ്രശേഖരനൊരു ഏട്ടനുണ്ട്, പരമേശ്വരൻ. കണിമംഗലം പരമേശ്വരൻ്റെ മകനാണ് ഈ വരുൺ എന്ന് പറയുന്നവൻ. അവൻ്റെ ഭാര്യയുണ്ട് രാധിക. ഈ വരുണും രാധികയും കൂടി ചേർന്ന നിൻ്റെ ഈ ചേച്ചീനെ ജയിലിലാക്കിയത്. അങ്ങനെയുള്ളവരെ ഞാൻ എങ്ങനെയാണ് സൽക്കരിക്കുന്നതെന്ന് മോൾക്കറിയാവുന്ന കാര്യമല്ലേ? ഈ സമയം അതെല്ലാം കേട്ടിട്ട് സോന ചോദിക്കണേ, അത് ശരി, അപ്പോൾ എൻ്റെ ചേച്ചീനെ ജയിലിൽ കയറ്റിയവനെയാണോ ഇപ്പോൾ കമ്പനിയിൽ ഇത്ര നല്ലൊരു പൊസിഷനിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നത്? അതിൻ്റെ കാരണം എന്താ? ഇക്കാര്യം എങ്ങാനും നേരത്തെ അറിഞ്ഞിരുന്നെങ്കിലുണ്ടല്ലോ, അന്ന് ആ റോട്ടി വെച്ച് കണ്ടപ്പോൾ തന്നെ അവനെ ഞാൻ വണ്ടി കയറ്റി കൊന്നേനെ. മോളെ, ഈ സാർക്ക് ഒരാളോട് പ്രതികാരം തോന്നിക്കഴിഞ്ഞാൽ അയാളെ അങ്ങ് പെട്ടെന്നില്ലാതാക്കി അയാൾക്ക് അത്രയും പെട്ടെന്നുള്ള ഒരു മരണം ഞാൻ കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവന്മാർ നരകിച്ച് വേണം ഈ ഭൂമിയിൽ നിന്നും ഇല്ലാണ്ടാവാൻ. ഓരോ നിമിഷവും അവൻ ആരോടെ കളിച്ചെന്നുള്ള കാര്യം അവൻ ഓർക്കണം. അതോർത്ത് അവൻ വേദനിക്കണം. നീ എന്നെ ചേച്ചി എന്നാണ് വിളിക്കുന്നതെങ്കിലും നിന്നോട് ഞാനൊരു അമ്മയുടെ വാത്സല്യം കാണിച്ചിട്ടുണ്ട്. നീ എന്നെ ഒരു അമ്മയുടെ സ്നേഹത്തോടെയും അമ്മയുടെ സ്ഥാനത്തോടെയും തന്നെയാണ് കാണുന്നതെന്നും എനിക്ക് നല്ലപോലെ അറിയാം. അങ്ങനെയുള്ള എൻ്റെ പൊന്നുമോളെ ഒരുത്തൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആൾക്കാരുടെ മുമ്പിൽ വെച്ച് അപമാനിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ വെറുതെ വിടുമെന്ന് മോൾക്ക് തോന്നുന്നുണ്ടോ? ഇപ്പോൾ അവനെ ഞാൻ നിൻ്റെ കാൽ ചുവട്ടിൽ തന്നെ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. നിനക്ക് നിൻ്റെ പ്രതികാരം എങ്ങനെ വേണമെങ്കിലും തീർക്കാം. അവനെ കാൽ ചുവട്ടിലിട്ട് ചവിട്ടി അരക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എങ്ങനെ പ്രതികാരം വിടണമെന്ന് തീരുമാനിക്കേണ്ടത് നീ തന്നെയാ. മോളെ, നീ ഒരു കാര്യം ഓർക്കണം. കണിമംഗലത്തിലെ ഏറ്റവും വലിയ പൊസിഷനിലിരുന്നൊരുത്തനെയാണ് ഇന്ന് ഞാൻ നിൻ്റെ കാൽ ചുവട്ടി കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. നിനക്ക് വേണ്ടി ഈ ചേച്ചി ഇത്രയൊക്കെ ചെയ്തില്ലേ? അവൻ്റെ ജീവിതാവസാനം വരെ നമ്മൾ ഒരുക്കുന്ന വലയത്തിനുള്ളിലായിരിക്കണം അവൻ. അവൻ ഈ കമ്പനിയിലേക്ക് ആപ്ലിക്കേഷൻ പോലും അയച്ചിട്ടില്ല. പക്ഷേ നമ്മുടെ ഓഫീസിലെ സ്റ്റാഫിനെ കൊണ്ട് അവനെ ഞാൻ അങ്ങോട്ട് വിളിപ്പിച്ച് ഈ കമ്പനിയിലേക്ക് എത്തിക്കുകയായിരുന്നു. അവ കരുതിയത് അവൻ ഇൻ്റർവ്യൂവിൽ ഭംഗിയായിട്ട് പെർഫോം ചെയ്തതുകൊണ്ട് മാത്രമാണ് സെലക്ട് ചെയ്യപ്പെട്ടതെന്ന്. എന്നാൽ അവൻ മാത്രമേ ആ ഇൻ്റർവ്യൂവിൽ സെലക്ട് ചെയ്യപ്പെടാൻ പാടുള്ളായിരുന്നുള്ളൂ. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അവനെ സെലക്ട് ചെയ്ത് നമ്മുടെ കമ്പനിയിൽ എത്തിക്കാൻ വേണ്ടി മാത്രമായിരുന്നു ആ ഇൻ്റർവ്യൂ പോലും നടത്തിയത്. ഞാൻ പ്ലാൻ ചെയ്തതുപോലെ തന്നെ അവൻ അവിടെ എത്തി. ഇനി അവന് അവിടെ നിന്നും അങ്ങനെ രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല. അവന് ഞാൻ എൻ്റെ കാൽ ചുവട്ടിലിട്ട് ഞെരുക്കും. കൂട്ടത്തിൽ മോളുടെ പ്രതികാരവും മോൾക്ക് തീർക്കാം. മനസ്സിലായി ചേച്ചി? എനിക്കിപ്പോൾ കാര്യങ്ങളെല്ലാം വ്യക്തമായി. ഇനി ഞാൻ വേണ്ടതുപോലെ തന്നെ കാര്യങ്ങൾ നോക്കിക്കോളാം. അങ്ങനെ പറഞ്ഞ് അവർ രണ്ടുപേരും സന്തോഷത്തോടെ നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ തിരിച്ചു വരുന്ന വരുണിനെയും കാത്ത് ഉമ്മറത്ത് തന്നെ നിൽക്കുന്ന രാധികനെയാണ് കേട്ടോ. ഈ സമയം വരുൺ ഓഫീസിൽ നിന്ന് തിരിച്ചെത്തുന്നുണ്ട്. അന്നേരം വീട്ടിൽ എത്തിയതും വരുൺ ചോദിക്കണേ, അല്ല താനെന്താ ഇവിടെ പുറത്ത് തന്നെ ഇങ്ങനെ കാത്തു നിൽക്കുന്നത്? ഈ സമയം രാധിക പറയണേ, അത് പിന്നെ വരുൺ ആദ്യമായിട്ട് ഓഫീസിൽ പോയിട്ട് തിരിച്ചു വരികയല്ലേ, അപ്പോൾ ഓഫീസിലെ കാര്യങ്ങൾ എങ്ങനെയാണ്, അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നേരിട്ട് ചോദിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ തന്നെ കാത്തു നിന്നത്. പറ എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യത്തെ ദിവസത്തെ ജോലി? ഓ, ആദ്യത്തെ ദിവസം തന്നെ സംഭവ ബഹുലമായിരുന്നു. എല്ലാ കാര്യങ്ങളും ഞാൻ വിശദമായിട്ട് തന്നെ പറയാം. അങ്ങനെ പറഞ്ഞ വരുൺ സോനയെ ആദ്യമായിട്ട് കണ്ടതും ഉണ്ടായ പ്രശ്നങ്ങളും പിന്നീട് തുടർന്ന് ഇന്ന് MD ആയിട്ട് വന്ന സോനയെ കണ്ടതും ആ കണ്ടപ്പോൾ ഉണ്ടായ ഷോക്കും പിന്നീട് സോന ഉണ്ടാക്കിയ പ്രശ്നങ്ങളും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ രാധികയോട് പറയുവാണ് കേട്ടോ. അതൊക്കെ കേട്ടിട്ട് രാധിക ചോദിക്കണേ, അത് ശരി, ഈ 2 ദിവസത്തിനുള്ളിൽ ഇത്തരം സംഭവങ്ങളൊക്കെ നടന്നോ? ആ പിന്നല്ലാതെ, കഷ്ടകാലം വരുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ചായിരിക്കുമല്ലോ. അന്നേരം രാധിക ചോദിക്കുന്നുണ്ട്, അല്ല എന്നിട്ട് ഇതെല്ലാം കേട്ടിട്ട് വരൺ എന്ത് തീരുമാനിച്ചു? ഈ ജോലിക്ക് പോകാൻ തന്നെയാണോ അവരുടെ തീരുമാനം? അന്നേരം വരൺ പറയണേ, തൽക്കാലം ഞാനെന്താണെങ്കിലും ഈ ജോലി അങ്ങനെ വിട്ടുകളയാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇതിൽ തന്നെ എങ്ങനെയെങ്കിലും തുടരാമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളും അങ്ങനെ തന്നെയാണല്ലോ. പക്ഷേ എൻ്റെ അഭിമാനത്തിന് മുറിപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ? അന്നേരം രാധിക പറയണേ, പിന്നെ ഒന്നും നോക്കണ്ട വരുൺ, അപ്പം തന്നെ അവിടെ നിന്ന് റിസൈൻ ലെറ്റർ കൊടുത്ത് ഇങ്ങോട്ട് പോന്നേക്ക്. അല്ല പിന്നെ ബാക്കി നമുക്ക് അപ്പം നോക്കാം. പിന്നെ വരുൺ, മറ്റൊരു കാര്യം കൂടിയുണ്ട്. മിക്കവാറും നമ്മുടെ ആറ്റുവാശ്ശേരി സദ്യ ഉണ്ടല്ലോ, അധികം വൈകാതെ തന്നെ നമുക്ക് വീണ്ടും പഴയതുപോലെ തുടങ്ങാൻ പറ്റും. അതെങ്ങനെ? അതൊക്കെയുണ്ട്. ഈ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷറക്കിക്കുകയെന്ന് കേട്ടിട്ടില്ലേ? അതുപോലൊരു സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട്. എടോ, താൻ എന്തൊക്കെയാണ് പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എല്ലാം പറഞ്ഞു തരാം. ഇപ്പോൾ എല്ലാവരുടെയും ജീവിതത്തിൽ എന്തൊക്കെ നടക്കണം, ഓരോരുത്തരും എങ്ങനെ ജീവിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് യൂട്യൂബേഴ്സ് തന്നെയാണല്ലോ. അവർ തന്നെയാണല്ലോ നമ്മുടെ ആറ്റുവാശ്ശേരി സദ്യയിൽ വിഷം കലർന്നപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വാർത്തകൾ ഇറക്കുകയും ആൾക്കാരിലേക്ക് അത് എത്തിക്കുകയും ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുകയും ചെയ്തത്. അപ്പോൾ അവരെ കൊണ്ട് തന്നെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താമെന്ന് കരുതി. വരണകത്തേക്ക് വാ, എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. അങ്ങനെ വരുണിനെയും കൂട്ടി രാധിക അകത്തേക്ക് പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് പുറത്ത് സാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ചന്ദ്രശേഖരനെയാണ് കേട്ടോ. ഈ സമയം സാർ അവിടെ എത്തുന്നുണ്ട്. എന്തുപറ്റി ചന്ദ്രശേഖർ, എന്താ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞത്? എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം പറയാനാണോ?
ഈ സമയം ചന്ദ്രശേഖരൻ പറയണേ ഒരു കാഴ്ച നേരിട്ട് കാണിച്ചു തരാൻ തന്നെയാ. എന്നിട്ട് ഫോണിൽ ആ യൂട്യൂബർ എടുത്ത വീഡിയോ ഉണ്ടല്ലോ അത് ഓപ്പൺ ചെയ്തിട്ട് സാർക്ക് കാണിച്ചു കൊടുക്കുവാണ് കേട്ടോ. അങ്ങനെ ആ യൂട്യൂബർ വീഡിയോയിലൂടെ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. നമ്മളെല്ലാവരും ആഘോഷമാക്കിയ കാര്യമാണ് ആറ്റുവാശ്ശേരി സദ്യയിൽ വിഷം കലർന്ന കാര്യം. എന്നാൽ അതിനുശേഷം ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ചും അവർ നിരപരാധികളാണെന്നറിഞ്ഞതിനെക്കുറിച്ചും നമ്മളൊരു വാർത്ത പോലും കണ്ടിട്ടില്ല. ഞാനും അതിനെക്കുറിച്ച് വീഡിയോ ഇട്ടതാ. എന്നാൽ പിന്നീട് അതിന് എന്ത് സംഭവിച്ചു, എന്താണ് യഥാർത്ഥത്തിൽ നടന്ന സംഭവം എന്നൊന്നും അന്വേഷിക്കാൻ ഞാനും പോയില്ല. ഇപ്പോൾ ആ കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. സത്യത്തിൽ ഇവർ അവിടെ ചതിക്കപ്പെടുമായിരുന്നു. ഇവരെ ചതിക്കാനും ഇല്ലാതാക്കാനുമായിട്ട് ശ്രമിച്ചത് ഇവരാണ് എന്നും പറഞ്ഞ സാറയുടെ ചന്ദ്രശേഖരൻ്റെ ഫോട്ടോ അടക്കം ആ വീഡിയോയിലൂടെ അവർ കാണിക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കണ്ട് സാർക്ക് അങ്ങ് ദേഷ്യം കയറുവാണ്. അങ്ങനെ ആ വീഡിയോ ഫുള്ളും കണ്ടിട്ട് സാറ് ദേഷ്യത്തിൽ നിൽക്കുക. ഈ സമയം ചന്ദ്രശേഖരൻ പറയണേ, അവർ ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ടും നമ്മളെ പിന്നാലെ തന്നെയാണ്, നമ്മളെ തകർക്കാൻ വേണ്ടിയാണ് അവരോരോന്ന് കാണിച്ചു കൂട്ടുന്നത്. ഇപ്പം തന്നെ കണ്ടില്ലേ, നമ്മുടെ ഫോട്ടോ അടക്കമാണ് ആ വീഡിയോ ചെയ്തിരിക്കുന്നത്. അവർ വീണ്ടും ആറ്റുവാശ്ശേരി സദ്യ തുടങ്ങിയ പിന്നെ നമ്മൾ ചെയ്തതെല്ലാം വെറുതെ ആയി പോവില്ലേ സാറാ? അന്നേരം സാറ് പറയുന്നുണ്ട്, അവളിതുപോലെ എന്തെങ്കിലും പണിയൊപ്പിക്കുമെന്ന് എനിക്ക് നല്ലപോലെ അറിയായിരുന്നു. അവളല്ല, അവളുടെ പിന്നിൽ നിന്ന് വരുൺ തന്നെയായിരിക്കും ഇതിനെല്ലാം ചരട് വലിക്കുന്നത്. എന്താണെങ്കിലും അതിനുവേണ്ടി അവനെ ഒന്ന് കുരുക്കിടാൻ തന്നെ ഞാനൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതിലവൻ വീഴുകയും ചെയ്തിട്ടുണ്ട്. അധികം വൈകാതെ അവനെ ഞാൻ വീഴ്ത്തും, പിന്നാലെ അവളും. അന്നേരം ചന്ദ്രശേഖർ ചോദിക്കുന്നുണ്ട്, സാർ എന്താ പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നത്? എന്താ സാറയുടെ പ്ലാൻ? അവരെ എങ്ങനെ തകർക്കാനാണ് സാറ് തീരുമാനിച്ചത്? അന്നേരം സാറ് പറയുക, ചന്ദ്രു, തൽക്കാലം ആ പ്ലാൻ എൻ്റെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ. ഞാനത് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രം ചന്ദ്രു അറിഞ്ഞാൽ മതി. എനിക്ക് അങ്ങനെ ചില വിശ്വാസങ്ങളൊക്കെ ഉണ്ട് ചന്ദ്രു. ഞാൻ ഉദ്ദേശിച്ചൊരു കാര്യം പൂർണ്ണമായിട്ടും വിജയിച്ച് അത് നടപ്പിലായതിനു ശേഷം മാത്രമേ പുറത്തു പറയാൻ പാടുള്ളൂ. അല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ പാളിപ്പോകുമെന്നുള്ള ചില വിശ്വാസങ്ങൾ. ചന്ദ്രു അതിൻ്റെ പേരിൽ എന്നോട് പിണങ്ങിയൊന്നും ചെയ്യരുത്. എൻ്റെ അവസ്ഥ മനസ്സിലാക്കണം. എൻ്റെ ചിന്താഗതികൾ എന്താണെന്ന് ചന്ദ്രു മനസ്സിലാക്കണം. അതറിഞ്ഞ് ചന്ദ്രു എൻ്റെ കൂടെ നിൽക്കണം. അതല്ലേ എൻ്റെ ധൈര്യം. ശരി സാറാ, ഞാൻ കൂടുതൽ ചോദിച്ച് സാറെ ബുദ്ധിമുട്ടിക്കുന്നില്ല. പക്ഷേ അധികം വൈകാതെ തന്നെ വരുണും രാധികയും കൂടി സാർ ഒരുക്കിയ കെണിയിൽപ്പെട്ട് എല്ലാം തകർന്ന് അമ്പരന്ന് നിൽക്കുന്നത് എനിക്ക് കാണണം. ഷുവർ ചന്ദ്രു, അധികം വൈകാതെ തന്നെ ചന്ദ്രുവിന് ആ കാഴ്ച കാണാം. അങ്ങനെ പറഞ്ഞ് നിൽക്കുവാണ്ടോ സാറാ? പിന്നീട് കാണിക്കുന്നത് വരുൺ കുളിയൊക്കെ കഴിഞ്ഞ് റൂമിലെത്തുന്നതാണ്. ഈ സമയം വരുണിൻ്റെ തലയിൽ തോർത്തൊക്കെ വെച്ച് തോർത്ത് കൊടുക്കുവാണ്ടോ രാധിക. അന്നേരം വരുൺ പറയുന്നുണ്ട്, അതെ, കുളിക്കാൻ നേരത്ത് തനിക്ക് കൂടി വരായിരുന്നു. എന്തിന്? അല്ല, പുറത്തൊക്കെ ഒന്ന് സോപ്പ് തേച്ച് തരാമല്ലോ. തൽക്കാലം ഇപ്പോൾ ഒന്നും വേണ്ട കേട്ടോ. ഈ സമയം വരുണിരുന്ന് തുമ്മുവാണ്. അത് കാണുന്നതും രാധിക ചോദിക്കണേ, അല്ല എന്താ ഇത്, മഴ കൊണ്ടായിരുന്നോ? അതിനെവിടെ മഴ? നല്ല ചൂടായിരുന്നില്ലേ? മര്യാദക്ക് തലേന്ന് വെള്ളം കളഞ്ഞിട്ടില്ല, അത് തന്നെയാ എന്നും പറഞ്ഞ് തലയിൽ തേക്കുന്ന പൊടിയൊക്കെ എടുത്ത് രാധിക വരണ്ട് നെറുകയിൽ തേച്ച് കൊടുക്കുവാണ്. എന്നിട്ട് പറയണേ, അതെ, മര്യാദക്ക് തല തോർത്തിയില്ലെങ്കിലേ പനി പിടിക്കും, നാളെ ജോലിക്കൊക്കെ പോകാനുള്ളതല്ലേ. അങ്ങനെ പറഞ്ഞ് രാധിക വരനെ പതിയെ ശകാരിച്ച് തലയിൽ രസനാധിപതി ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. പിന്നീട് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത് വരുണിൻ്റെ അരികിലേക്ക് ഒരു ക്ലയൻറ്റ് വരുന്നതാണ്. അയാളാണെങ്കിൽ ഭയങ്കര ദേഷ്യക്കാരനും മുരടനും ഒക്കെയാണ് കേട്ടോ. അങ്ങനെ ആ കുഴപ്പക്കാരനായ ക്ലയൻറ്റിനെ വരുണിൻ്റെ അരികിലേക്ക് തന്നെ പറഞ്ഞു വിടുവാണ്. സോന വരുണിനൊരു പണി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് കേട്ടോ അത് ചെയ്യുന്നത്. ഈ സമയം വരുണാണെങ്കിൽ അയാളോട് പ്ലീസ് ഡൗൺ എന്ന് പറയുവാണ്. എന്നാൽ അന്നേരം അയാൾ ദേഷ്യപ്പെടുക, നീ ആരാടാ എന്നെ എടുത്താനും അനുസരിപ്പിക്കാനും ഒക്കെ. ഈ സമയം ഇതെല്ലാം കേട്ട് സന്തോഷിച്ച് നിൽക്കുവാണ് സോന. എന്നിട്ട് ജഗന്നാഥിനോട് പറയണേ, എന്തുപറ്റി? നമ്മുടെ ഹീറോ ആ ക്ലയൻറ്റിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് വല്ലാതെ നിന്ന് വേർക്കുന്നുണ്ടല്ലേ? എന്താ, അവൻ്റെ അനക്കൊന്നുമില്ലല്ലോ. അയാൾ അവനെ കൊന്നോ എന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഈ സമയത്തായിരിക്കും വരുൺ ആ ക്ലയൻറ്റുമായിട്ട് പുറത്തേക്ക് എത്തുന്നത്. എന്നാൽ സോന വിചാരിച്ചതുപോലെയൊന്നുമല്ല കേട്ടോ അവിടെ സംഭവിച്ചത്. വരുൺ അയാളെ ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്യുകയും അയാളെ കൂളാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സോനക്ക് ദേഷ്യം വരുവാണ്. പിന്നീട് കാണിക്കുന്നത് രാധികയുടെ ഫോണിലേക്ക് വിളിക്കുന്ന സാറയാണ്. എടി, നീ ആറ്റുവാശ്ശേരി സദ്യ വീട്ടിൽ തുടങ്ങി അല്ലേടി? അന്നേരം രാധിക ചോദിക്കണേ, അതെ മാഡം. എന്താ മാഡത്തിന് എന്തെങ്കിലും പുതിയ ഓർഡർ വല്ലതും ചെയ്യാനുണ്ടോ? ഡി, നീ എന്താടി എന്നെ കളിയാക്കുവാണോ? അങ്ങനെ പറഞ്ഞ് വീണ്ടും വെല്ലുവിളിയായിട്ട് വരുവാണ്ടോ സാറാ. എന്നാൽ അതിനെയൊന്നും മൈൻഡ് പോലും ചെയ്യാതെ പുച്ഛിച്ചുകൊണ്ട് രാധിക ഫോൺ കട്ട് ചെയ്യുവാണ്. അങ്ങനെ ദേഷ്യത്തിൽ ആളിക്കകത്ത് നിൽക്കുന്ന സാറിനെയാണ് കേട്ടോ പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്